ഹലോ ഓൾ, ഞാൻ ജാസ്മിൻ. ഞാനൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്. ഇന്ന് മെന്റൽ ഹെൽത്തിനെ കുറിച്ച്, മാനസിക ആരോഗ്യത്തെ കുറിച്ച് ഒന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോ എന്താണ് മാനസിക ആരോഗ്യം? ആം, പല രീതിയിൽ നമുക്ക് മാനസിക ആരോഗ്യത്തിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. WHO ഒരു ഡെഫിനേഷനിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. സോ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അവരവരുടെ കാര്യം ചെയ്യാൻ പറ്റുക, അവരുടെ ചുറ്റുപാടുമായി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, സമൂഹത്തിന് എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഈ മൂന്ന് കാര്യങ്ങളാണ് മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ടത്. ഓക്കെ. നമ്മളൊരു വ്യക്തി, ഒരാള്, ആ ആളുടെ ചുറ്റും ഒരു സർക്കിൾ, അതിന്റെയും അപ്പുറത്ത് ഒരു സർക്കിൾ. അപ്പൊ ഒരു നടുക്ക് ഒരാള്, രണ്ട് സർക്കിൾ. ആ രീതിയിൽ നിങ്ങളൊന്ന് ഊഹിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ഇന്ററാക്ഷൻ, ഒരു വ്യക്തിക്ക് ഈ ഓരോ സർക്കിളുമായിട്ടുമുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ്, ഇടപെടൽ എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് ആ വ്യക്തിക്ക് മാനസിക ആരോഗ്യം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മൾ തീരുമാനിക്കാൻ പറ്റുന്നത്. അവനവന്റെ കാര്യം, സ്വന്തം കാര്യം ചെയ്യുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, എണീക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കുളിക്കുന്നുണ്ടോ, ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിന്റെ സെക്കൻഡ് ലെവൽ, ആ സർക്കിൾ വരുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ തനിയെ കഴിക്കണം, ആരെങ്കിലും എടുത്തു കൊടുക്കണോ, തനിയെ എടുത്തു കഴിക്കുമോ, തനിയെ ഉണ്ടാക്കുമോ, ഉണ്ടാക്കുമെങ്കിൽ അതെങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതാണ് സ്വന്തം ഇരിക്കുന്ന സാഹചര്യങ്ങൾ. വീടുണ്ടെങ്കിൽ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ, സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയുമോ, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുമോ, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു സെക്കൻഡ് ലെവലിൽ വരുന്നതാണ്. തേർഡ് ലെവലിൽ ഞാൻ പറഞ്ഞതുപോലെ സമൂഹത്തിന് എങ്ങനെയെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന, വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഒരാളാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട് വൃത്തിയാക്കി നോക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നവരും ആ സ്പേസ് വൃത്തിയായി സൂക്ഷിക്കുകയാണ്. അതും ഒരു തരത്തിൽ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഒരു കട നടത്തുന്ന ഒരാൾ, ഒരു ബസ് ഓടിക്കുന്ന ഒരാൾ, ഇങ്ങനെ പല രീതിയിലുള്ള ജോലികൾ ചെയ്താലും, ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവര് സമൂഹത്തിന് ബെനിഫിറ്റും ചെയ്യുന്നുണ്ട്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ, സ്വന്തം കാര്യം നോക്കുക, ചുറ്റുപാടുമുള്ള സാഹചര്യവുമായി ഇന്ററാക്ട് ചെയ്യുക, ആൻഡ് ഒരു ഓവറോൾ കോൺട്രിബ്യൂഷൻ, ഇത്രയും സാധിക്കുന്നെങ്കിലാണ് മാനസിക ആരോഗ്യം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സം ആസ്പെക്ട് ഓർ വൺ പെർസ്പെക്റ്റീവ് ഓഫ് ദിസ്. താങ്ക് യു.